പ്രധാനപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ മിഠായികളോ അതുപോലെ മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. നല്ലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അവരുടെ ഭക്ഷണ രീതിയിൽ. അതുപോലെ തന്നെ സജീവമായിട്ടുള്ളൊരു നല്ലൊരു ജീവിത ശൈലി മെച്ചപ്പെടുത്തിയെടുക്കുക. കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ട് കുറച്ച് സമയം കളിക്കുന്നതും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് കുട്ടികളിലെ വിശപ്പില്ലായ്മയാണ് അല്ലേ. ഇപ്പോൾ പലരും പറയുന്ന കേൾക്കാം, കുട്ടികൾക്ക് വിശപ്പില്ല, എന്ത് ഭക്ഷണം കൊടുത്താലും വേണ്ട എന്ന് പറയുന്നൊരവസ്ഥ. ഇത് തന്നെ അവരുടെ ഈ വിശപ്പില്ലായ്മയും അതിലൂടെ അവർ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയൊക്കെ കുട്ടികളെ അവരുടെ പോഷകം കിട്ടാത്തൊരവസ്ഥയിലോട്ടും രോഗങ്ങളെ തരണം ചെയ്യാൻ അവരുടെ ശരീരത്തിന് കഴിയാത്തൊരവസ്ഥയിലോട്ടും ഒക്കെ എത്തിച്ചേരാറുണ്ട് അല്ലേ. ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥ. ഒരു 2 വയസ്സുള്ള ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും അയ്യോ ഇത് ഒട്ടും ഇല്ലല്ലോ, കട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലെ വിശപ്പില്ലായ്മയ്ക്ക് ഒരു 5 കാരണങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് രോഗങ്ങളാണ്. എന്തെങ്കിലും രോഗങ്ങൾ അവർക്കുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷനോ പനിയോ അതുപോലെ തന്നെ ചുമ, തൊണ്ടവേദന, അതുപോലെ ചെവികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതുപോലെ അവർക്ക് വയറിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ, വയറ് എരിച്ചിലോ, അതുപോലെ അവർക്ക് പറയാൻ പറ്റാത്ത പല തരത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന വേദനകൾ, ഇതെല്ലാം കൊണ്ടും കുട്ടി അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കും. അവർക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് രോഗങ്ങളാണ്. രണ്ടാമത്തെ എന്ന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും, അതുപോലെ തന്നെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻസിഡൻസോ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ഫൈറ്റോ, എന്തെങ്കിലും വേണ്ടപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട്, അസുഖങ്ങൾ, ഇതെല്ലാം തന്നെ അവരിലൊരു വേറെ ഒരു ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് അവരെ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ഛർദ്ദിക്കാൻ വരിക, അതുപോലെ തന്നെ തലവേദന എടുക്കുക, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, ഇതെല്ലാം സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഒരുതരം വിശപ്പില്ലായ്മയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടീനേജിലോട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആ വളർച്ചയിലുണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ്റെ സമയത്തും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ വിശപ്പില്ലായ്മ പറയുന്നുണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് നമ്മൾ പരിശോധിക്കുക. അതായി വരുന്നത് വിഷാദമാണ്. എന്തെങ്കിലും ഒരു കാരണത്തിൽ കുട്ടിക്കുണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ, വിഷമം, നേരത്തെ തന്നെ പറഞ്ഞ പോലെ മാനസികമായിട്ട് അവരെ തളർത്തുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, വേണ്ടപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഇൻസിഡൻസും എല്ലാം തന്നെ അവരെ ഒരു വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതുപോലെ തന്നെ പഠനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികൾക്ക് വളരെയധികം പ്രഷറൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ളൊരു വിഷാദ രോഗത്തിലോട്ട് അവർ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലും കുട്ടികളിൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു ടൈമിലും അവർക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ടീനേജിലോട്ടൊക്കെ കിടക്കുന്ന കുട്ടികൾക്ക് ആ ഒരു സമയത്തും വിശപ്പില്ലാത്തൊരവസ്ഥ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ചില മരുന്നുകളുടെ എഫക്റ്റാണ്. അവർ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്കൊരു സബായിട്ട് വരുന്ന, അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു 5 കാരണങ്ങൾ. ഇതിനു പുറമേ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളുടെ ഉപയോഗം. ഇപ്പോൾ ഇടയ്ക്ക് കുട്ടികൾ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ. ബിസ്ക്കറ്റ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ചിപ്സ് ആണെങ്കിലും മൈദ കൊണ്ടുണ്ടാക്കിയതും അതുപോലെ എണ്ണയിൽ വറുത്തതും ഒക്കെ ആയിട്ടുള്ള ചില സ്നാക്സുകൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു മെയിനായിട്ടുള്ള മീല് കഴിക്കാനായിട്ട് അവർക്ക് വിശപ്പുണ്ടാകില്ല. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ കുറവും അതുപോലെ രക്തമില്ലായ്മയും കുട്ടികളിൽ വിശപ്പ് കുറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതുപോലെ മലബന്ധമുള്ള കുട്ടികൾ,
ചില കുട്ടികൾക്ക് 1-2 ദിവസമൊക്കെ എത്തി വയറ്റിൽ നിന്ന് പോകുന്നത് അവർക്ക് വിശപ്പില്ലാത്തൊരവസ്ഥയിലോട്ട് അവരെ എത്തിക്കുന്നു. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ളൊരു മെറ്റബോളിസം നടക്കാതിരിക്കുകയും അവർക്ക് ആ വിശപ്പില്ലായ്മയിലോട്ട് കുഞ്ഞുങ്ങൾ എത്തുന്നൊരവസ്ഥയും വരും. അതുപോലെ തന്നെ എപ്പോഴും TV കണ്ടുകൊണ്ടിരുന്ന് എപ്പോഴും ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടികൾ, അവർക്കിങ്ങനെ കുറച്ചുകൊണ്ടിരുന്നിരുന്നിരുന്ന് അവർക്ക് ആ ഒരു ഭക്ഷണത്തിനോടുള്ളൊരു ആ ഒരു വിരക്തി ഉണ്ടാകും. വിശപ്പ് ഉണ്ടാകില്ല കുട്ടികൾക്ക്, കൃത്യമായിട്ടൊരു വിശപ്പുണ്ടാകില്ല. പക്ഷേ കൃത്യമായൊരു വ്യായാമവും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് കളിക്കാനും ഒക്കെ പോയി വരുന്ന കുട്ടികൾക്ക് അവരാവശ്യത്തിലധികം ഭക്ഷണം അവരെ വാങ്ങിക്കഴിക്കുന്ന ഒരു ഇതാണ് നമ്മൾക്ക് കാണാവുന്നത്. അപ്പോൾ കുട്ടികളിലെ വിശപ്പില്ലായ്മ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവരിങ്ങനെ ഒരു അനുഭവം പറയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടോ എന്ന് നോക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രത്യേകമായിട്ടൊരു ഡോക്ടറെ കാണേണ്ടതാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വിശപ്പില്ലായ്മ കുട്ടികളെ മറ്റു പല രോഗങ്ങളിലേക്ക്, അതായത് എന്താണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ കൃത്യമായി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട്, കുട്ടികളുടെ വിശപ്പില്ലായ്മ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഒഴിവാക്കുക. അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രക്തക്കുറവുണ്ടെങ്കിലും ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടെങ്കിലും അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ ഇതെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഈ ഒരു ചിപ്സ്, സ്നാക്ക് പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമ്മൾക്ക് നിലക്കടലയോ നട്ട്സോ ഒക്കെ നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെ എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രം പിടിച്ചിരുത്തി ടിവിയുടെ മുമ്പിലോ അല്ലെങ്കിൽ എപ്പോഴും ഇരുന്ന് കളിക്കുന്ന ആ ഒരു പരുവത്തിന് ആക്കാതെ എന്തെങ്കിലും ഒരു വ്യായാമ മുറകളോ കരാട്ടയോ അതുപോലെ ഓടിക്കളിക്കുന്ന കളികളൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുക. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഓടി നടന്ന് അവരുടെ വിയർപ്പും ഒക്കെ പോയി കഴിയുമ്പോൾ അവർ കൃത്യമായിട്ടുള്ളൊരു മെറ്റബോളിസം വർദ്ധിക്കുകയും അവർക്ക് സ്വാഭാവികമായിട്ടുള്ള വിശപ്പുണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ആവശ്യത്തിന് ശരീരത്തിൽ വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക. ഇത് മലബന്ധം ഒഴിവാക്കാനും മെറ്റബോളിസം ക്ലിയർ ചെയ്യാനും അവർക്ക് കൃത്യസമയത്ത് വിശപ്പുണ്ടാകാനൊക്കെ വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം എപ്പോഴും കഴിക്കാനായിട്ട് കുട്ടികളെ നിർബന്ധിക്കുക. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. അതുപോലെ തന്നെ ആ ഒരു ഫുൾ എനർജി നിലനിൽക്കുന്നത് ആ ഒരു ഭക്ഷണത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഉറക്കം ഉണർന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ചെറിയൊരു ചൂടുവെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ വയറ് ക്ലിയർ ആവാനും പെട്ടെന്ന് കുട്ടികൾക്ക് വിശപ്പുണ്ടാകാനും ഒക്കെ വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ കുറച്ച് നല്ല നെയ്യ് കൂട്ടിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ പാലൊക്കെ കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ നെയ്യ് കൂട്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും വിറ്റാമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ രക്തക്കുറവ് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ അതിലൂടെ കുട്ടികളുടെ വിശപ്പില്ലായ്മ മാറ്റുന്നതിനും അവർക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ആരോഗ്യവും കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ വളരെയധികം നല്ലതാണ് തൈര്. ഒരു നല്ലൊരു പ്രോബയോട്ടിക് ആണ്. നല്ലൊരു ബാക്ടീരിയകളെ പുറപ്പെടുവിക്കുന്നതിനും അവരുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കുറച്ച് അയമോദകം അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചറൊക്കെ ചേർക്കുന്നത് അവർക്ക് കൃത്യമായ വിശപ്പുണ്ടാകുന്നതിനൊക്കെ വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ മൈദ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളും കുക്കീസ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ മിതമായ രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ആ ഒരു വിശപ്പില്ലായ്മ പൂർണ്ണമായിട്ട് തന്നെ മാറുന്നൊരവസ്ഥയാണ്. പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് പ്രധാനപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ മിഠായികളോ അതുപോലെ മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. നല്ലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അവരുടെ ഭക്ഷണ രീതിയിൽ. അതുപോലെ തന്നെ സജീവമായിട്ടുള്ളൊരു നല്ലൊരു ജീവിത ശൈലി മെച്ചപ്പെടുത്തിയെടുക്കുക. കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ട് കുറച്ച് സമയം കളിക്കുന്നതും ഇതെല്ലാം തന്നെ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഫുൾ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് വരുന്നതാണ്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ വിശപ്പില്ലായ്മയിൽ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് മറ്റു രോഗങ്ങളൊന്നുമില്ല എന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.